MDMA-യുമായി യുവാവ് വടകരയിൽ പിടിയിൽ. വേളം സ്വദേശിയായ റാഷിദിനെയാണ് വടകര SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡും വടകര പോലീസും ചേർന്ന് പിടികൂടിയത്. ഇന്ന് ഉച്ചയോടെ നാരായണ നഗരം പമ്പിനടുത്ത് വെച്ചാണ് റാഷിദിനെ പോലീസ് പിടികൂടിയത്. ഇന്ന് ഉച്ചയ്ക്ക് വടകര നാരായണ നഗരം പമ്പിനടുത്ത് വെച്ചാണ് MDMA-യുമായി റാഷിദിനെ പിടികൂടിയത്. SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡും വടകര SI-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. 0.54 ഗ്രാം MDMA റാഷിദിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. റാഷിദ് വടകരയിലും പരിസര പ്രദേശങ്ങളിലുമായി സ്ഥിരമായി MDMA വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ്. കുറച്ചു കാലങ്ങളായി റാഷിദ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയോടെ പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് റാഷിദ് വേളം പെരുവായിലുള്ള റാഷിദ് എന്ന സ്വദേശിനെ വടകര നാരായണ നഗരത്ത് വെച്ച് MDMA-യുമായി പിടികൂടുന്നത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നാട്ടുകാരുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ഈ റാഷിദിനെ ഇവിടുന്ന് പിടികൂടിയിട്ടുള്ളത്. MDMA അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. വാഹനത്തിൻ്റെ അകത്തു നിന്നാണ് പറയുന്ന MDMA പിടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ DYFI-യും അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ എല്ലാം ചേർന്ന് ലഹരിക്കെതിരെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാടിനകത്ത് വലിയ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. നാടിനകത്ത് വലിയൊരു വിപത്തായി പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ എതിരായി നിന്നുകൊണ്ട് ശക്തമായ പ്രതിരോധം നമ്മുടെ നാടിനകത്ത് നമുക്ക് നടത്തേണ്ടത്. വലിയ രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് വടകര കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ലിങ്ക് റോഡ് കേന്ദ്രീകരിച്ചു, അങ്ങാടി കേന്ദ്രീകരിച്ചു ഉൾപ്പെടെ പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗവും ഇതിനെതിരെ നിന്നുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു പ്രതിരോധം തീർക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.